അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തുടരി എന്ന ചിത്രത്തിൻ്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ ഇന്നലെയും വേൾഡ് കളക്ഷൻ ചെയ്തില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ് രാത്രിയാണ് കിട്ടി. ഏതായാലും ഇന്ന് കൃത്യമായിട്ട് നേരത്തെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഹിന്ദി മേഖല, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തുടരി എന്ന ചിത്രം റിലീഫ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും നിന്നുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പായി ചില കാര്യങ്ങളൊന്നുമല്ല, ലാലേട്ടൻ്റെ പുതിയ ചിത്രമായിരുന്നു ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രം. തുടരി എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം അടുത്തതായി ലാലേട്ടൻ്റെതായി മലയാളത്തിൽ നിന്ന് തിയേറ്ററിലേക്ക് വരുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഇന്നലെ ആ ചിത്രത്തിൽ പാക്കപ്പായി എന്നുള്ള വിവരം ലാലേട്ടൻ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 10 കൊല്ലത്തിന് ശേഷമാണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുന്നത്. അതുപോലെ സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ 20ാമത്തെ ചിത്രം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ആശീർവാദും ഇവർ 3 പേരും കൂടി ഒന്നിച്ച് ചെയ്യുന്ന ഒരു ചിത്രം. അപ്പം ലാലേട്ടൻ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചിത്രത്തിന് സത്യൻ അന്തിക്കാടിൻ്റെ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ചില സ്റ്റൈലും ഒക്കെ ഇന്നേ വരെ സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രങ്ങളിൽ കാണാത്ത ഒരു സ്റ്റൈലും ഒക്കെ കാണുന്നു. അത് ചിത്രത്തെ സംബന്ധിച്ച് വേറെ തലത്തിലേക്ക് ഉള്ള ചിത്രമായിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മഞ്ജു വാര്യർ നായികയായ ചിത്രമായിരുന്നു ലാസ്റ്റ് ഇറങ്ങി എന്നും എപ്പോഴും എന്ന് പറയുന്ന ചിത്രം 10 കൊല്ലത്തിന് മുമ്പ് 2015 തോന്നുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്ന് പലപ്പോഴും പറയുന്നതല്ലാതെ ഒന്നിച്ച് നമ്മൾ കണ്ടില്ല. ഏതായാലും അവർ അവസാനം ഒന്നിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പം കാലഘട്ടം ഒത്തിരി മാറിയിരിക്കുന്ന 10 കൊല്ലത്തിന് ശേഷം സത്യൻ അന്തിക്കാട് സിനിമയെപ്പറ്റി വളരെ നന്നായി പഠിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് സത്യൻ അന്തിക്കാടിൻ്റെ ജയറാം, നമ്മുടെ മീര ജാസ്മിൻ നായകനും നായികയൊക്കെയായ മകൾ എന്ന് പറയുന്നൊരു ചിത്രം സംവിധാനം ചെയ്തു. അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ അതിനുശേഷം വരുന്ന ചിത്രമാണ് നായിക മോഹൻ എന്ന് പറയുന്ന നടിയാണ് നായകൻ ലാലേട്ടനാണല്ലോ. നായിക സംഗീത് പ്രതാപ്, നമ്മുടെ ബാബുരാജ്, സിദ്ദിഖ്, ലാലു അലക്സ് എന്നിവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൂനെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കുന്നത്. ഷൂട്ടിങ് തുടങ്ങി എന്ന് നമ്മൾ നേരത്തെ കേട്ടതാണ്. പക്ഷേ പാക്കപ്പായത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ബഡ്ജറ്റ് വളരെ കുറവുള്ള ചിത്രമാകാനാണ് സാധ്യത. അഖിൽ ഫത്തിൻ്റെയാണ് കഥ. അഖിൽ ഫത്തിൻ എന്ന് പറഞ്ഞാൽ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ. നവാഗതനായ TP ഫോനു ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അത് കണ്ടപ്പോഴും എനിക്ക് വളരെയധികം തൃപ്തികരമായിട്ട് തോന്നി. കാരണം പഴയ കാലങ്ങളിൽ നിന്ന് പുതിയ ചില സാരഥികളെയും കൂടി ഉൾപ്പെടുത്തിയാണ് സത്യൻ അന്തിക്കാട് ഈ പ്രാവശ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പം സ്വന്തമായിട്ട് തിരക്കഥയൊക്കെ എഴുതാൻ, അല്ലെങ്കിൽ ശ്രീനിവാസനെ കിട്ടിയില്ലെങ്കിൽ സ്വന്തമായിട്ട് തിരക്കഥ എഴുതുകയായിരുന്നു സത്യൻ അന്തിക്കാട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി സ്വന്തം മകൻ്റെ കഥയിൽ സോനു എന്ന് പറയുന്ന നവാഗതനായ ഒരു വ്യക്തിയാണ് തിരക്കഥ എഴുതുന്നത്. അപ്പോൾ നവാഗതന്മാരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവരുടെ ഒരു കാലമാണിപ്പോൾ. കാരണം നവാഗതരായിട്ട് വരുന്ന പലരും പടം ഹിറ്റാക്കുന്നതാണ്. അതുപോലെ പുതുമയുള്ള കഥകളൊക്കെ അവരുടെ കയ്യിൽ കാണും. ഇതൊക്കെ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ലാലേട്ടൻ്റെ 2 സൂപ്പർ മെഗാ ഹിറ്റുകൾക്ക് ശേഷമാണ് ഈ ഹൃദയപൂർവ്വം എന്ന ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്ററിൽ എത്തുമെന്ന് തന്നെ കരുതുന്നു. ഓണം റിലീസിന്, ഓണം ആഘോഷിക്കാൻ വേണ്ടി ഹൃദയപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. അതാണ് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനെ പറ്റിയുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം പഴയ ചിത്രം നമ്മുടെ തുടരും, ഇപ്പോൾ തുടരുകയാണ് അല്ലേ. അപ്പം തുടരി എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ കാണുമ്പോൾ 225 കോടി 60 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 225 കോടിയും കടന്ന് 60 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു തുടരുമെന്ന ചിത്രം. അപ്പോൾ ഓവർസീസ് കളക്ഷനായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് 92 കോടി 75 ലക്ഷം രൂപയാണ്. അത് 100 കോടിയിലേക്ക് എത്താൻ ഇനി 7 കോടിയോളം വേണം അല്ലേ. 7 കോടി 25 ലക്ഷം കൂടെ വേണം. അതും ഉടൻ തന്നെ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു നാഴികക്കല്ലാണ്. കാരണം തുടർച്ചയായിട്ട് 2ാമത്തെ ചിത്രവും വിദേശത്ത് നിന്ന് 100 കോടി കൊണ്ടുവരുന്നു. കേരളത്തിൽ നിന്ന് 100 കോടി കൊണ്ടുവന്നു. ഇനി വിദേശത്ത് നിന്ന് 100 കോടി കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം.
ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 132,85,00,000 രൂപയാണ്. അതും മികച്ച കളക്ഷൻ തന്നെയാണ്. അപ്പം 25ാമത്തെ ദിവസമായ ഇന്നലെ ഈ ചിത്രം കർണാടകത്തിൽ നിന്ന് നേടിയത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ 7,95,00,000 രൂപയിലേക്ക് കർണാടക കളക്ഷൻ മാത്രമായി ചെന്നെത്തി നിൽക്കുന്നു. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 1 ലക്ഷം രൂപയാണ്. 3,51,00,000 രൂപയാണ് ഇത് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയാണ്. 5,65,00,000 രൂപ തമിഴ്നാട്ടിൽ നിന്ന് നേടിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് 1,25,00,000 രൂപയാണ്. അങ്ങനെ 111,62,00,000 രൂപ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നു. 110 കഴിഞ്ഞ് 111 എത്തിയിരിക്കുന്നു. അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപയിൽ ഇന്നലെ കളക്ട് ചെയ്ത് അങ്ങനെ 4,12,00,000 എത്തിയിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ ഇന്നലെ ഇന്ത്യയിൽ നിന്ന് മൊത്തമായി കളക്ട് ചെയ്തത് 1,32,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 132,85,00,000 രൂപ. അങ്ങനെയാണ് അതിൻ്റെ കൂടെ ഓവർസീസ് കളക്ഷനായ 92,75,00,000 രൂപയും കൂടി ചേരുമ്പോഴാണ് 225,60,00,000. 25,60,00,000. അങ്ങനെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ. അത് ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്നേ പറ്റും. കാരണം ഇതിൻ്റെ കളക്ഷൻ ഇന്നലെയും ഞാൻ പറഞ്ഞില്ലേ, 1,35,00,000 രൂപ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ 26ാമത്തെ ദിവസമാണ്. ഇന്നും നമ്മൾ ഏകദേശം ഇന്നലത്തെ തുക തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ടിക്കറ്റ് ബുക്കിംഗ് മികച്ച രീതിയിൽ തന്നെ കാണിക്കുന്നു. ഇപ്പോഴും 1,210 ടിക്കറ്റ് ഇപ്പോഴും വിറ്റുപോകുന്നു. പുതിയതായിട്ട് റിലീഫ് ചെയ്ത പല ചിത്രങ്ങളും 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ വന്നിട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ബുക്ക് മൈ ഷോയിൽ 1,210 ടിക്കറ്റ് വിറ്റ് തുടരും എന്ന ചിത്രം ഇപ്പോഴും മുമ്പനായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ലെവൽ കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ചിത്രങ്ങൾ പലതും റിലീസാകുന്നുണ്ട്. ചിത്രം ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രം, ഈ സിനിമയെ പറ്റിയൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് അല്പസമയത്തിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുതിയ കാര്യങ്ങൾ. അതിനുപരി നാളെ 21 മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ചക്ക കൊണ്ട് ലാലേട്ടനെ തീർത്ത ഒരു ചിത്രം ഇന്ന് പല ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ പങ്കുവെക്കുന്ന കണ്ടു. അപ്പം ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വൻ ആഘോഷ പരിപാടികൾ കാണും എന്ന് തോന്നുന്നു. കാരണം തുടർച്ചയായിട്ട് 2 ചിത്രങ്ങൾ 200 കോടി കടന്ന ആ സന്തോഷവേളയിൽ ലാലേട്ടന് അഡ്വാൻസായി പിറന്നാൾ ആശംസകൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.